വംശീവിഭൂഷിതകരാൽ നവനീരദാമാൽ പീതാംബരാൽ അരുണബിംബഫലാതരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം 370 73 അധ്യായം. ശ്രീശുക ഉവാച അയുധേ ദ്വേഷതന്യഷ്ടൗ ലീലയായുധി നിർജിതാ തേ നിർഗതാ ഗിരിദ്രോണ്യം മലിനാമലവാസസ ക്ഷുൽക്ഷാമാ ശുഷ്കവദനാ സംരോധപരികരിഷിതാ ദദൃശുസ്തേ ഘനശ്യാമം പീതകൗശേയവാസസം. ശ്രീ ശിവബ്രഹ്മർഷി പറയുകയാണ്, ദ്വേ ആ ജരാസന്ധൻ്റെ ആ കാരാഗ്രഹത്തിന് ഉണ്ടായിരുന്ന ദ്വേ ആയുധേ അഷ്ടൗശതാനി 2 ആയുധം, അതായത് 20,800 എന്നാണ് കണക്ക്. അത്രയധികം രാജാക്കന്മാരെ അവരെങ്ങനെയാണ് ലീലയാ യുധി നിർജിത, ഒരു ലീലയായിട്ട് യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ടിട്ട് ഗിരിദ്രോണ്യാം സംരോധപരികരിശിത. ഗിരിദ്രോണി അതായത് പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ് കാരാഗ്രഹം ഉണ്ടാക്കിയേ. അവിടെ സംരോധപരികരിശിത, അവിടെ അങ്ങനെ കാരാഗ്രഹത്തിൽ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നത് കാരണം വല്ലാണ്ട് ക്ഷീണിച്ച് കൃശന്മാരായിട്ടുണ്ട് അവർ. ശുഷ്കവദന, അവരുടെ മുഖമൊക്കെ ഇങ്ങനെ വളരെ ശുഷ്കിച്ചിട്ടുണ്ട്. ക്ഷാമ, വിശപ്പ് കൊണ്ട് വലഞ്ഞങ്ങനെ വയറൊട്ടിയിട്ടുണ്ട്. മലിന മലവാസസ, മുഷിഞ്ഞ വസ്ത്രങ്ങളായ ഉടുത്തിട്ടുണ്ട്. ശരീരം മുഴുവൻ ചളി നിറഞ്ഞിരിക്കണം. മര്യാദയ്ക്ക് കുളിക്കൊന്നും ചെയ്യാണ്ടേ. തേ അവര് നിർഗത, ഈ സഹദേവൻ ഭഗവാന്റെ ആജ്ഞ മാനിച്ച് അവരെയൊക്കെ തുറന്നു വിട്ട സമയത്ത് പുറത്തു വന്നവരായിട്ട് ഘനശ്യാമം പീതകൗശേയവാസസം കൃഷ്ണം ദൃശു, നല്ല നീല നിറത്തിലുള്ള ഭഗവാനെ കണ്ടു. മഞ്ഞപ്പട്ട് ധരിച്ചിട്ടുള്ള ആ ഭഗവാൻ, അങ്ങനെയുള്ള ഭഗവാനെ കണ്ടിട്ട് ഇന്ന് മാത്രം ഭഗവാന്റെ രൂപം വീണ്ടും വർണ്ണിക്കുകയാണ്. ശ്രീവത്സാംഗം ചതുർബാഹും പത്മഗർഭാരുണേക്ഷണം ചാരു പ്രസന്നവദനം സ്ഫുരന്മകരകുണ്ടലം പദ്മഹസ്തം ഗദാശംഖ രഥാംഗൈരുപലക്ഷിതം കിരീടഹാരകടക കടിസൂത്രാംഗദാജിരം പ്രാജൽവരമണിഗ്രീവം നിവീതം വനമാലയാ പിബന്ത ഇവ ചക്ഷുഭ്യം ലിഹന്ത ഇവ ജിഹ്വയാ ജിഘ്രന്ത ഇവ നാസാഭ്യം രംഭന്ത ഇവ ബാഹുവി പ്രണേമു ഹതവാത്മാനോ മൂർധവി പാദയോർഹരേ. അവരെല്ലാവരും ഇനി ആ ഭഗവാന്റെ രൂപത്തിൻ്റെ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? മഞ്ഞ ശ്രീവത്സാംഗം, മാരടത്തിൽ ശ്രീവത്സം മറുണ്ട്. ചതുർബാഹും 4 കൈകളുണ്ട്. കൈ പത്മഗർഭ ആരുണേക്ഷണം, നല്ല താമരയുടെ ഉൾഭാഗമാതിരി ചുവന്ന നിറത്തിലുള്ള കണ്ണുകളാണ് ഭഗവാന്റെ. ചാരു പ്രസന്നവദന, മനോഹരായിട്ടുള്ള പുഞ്ചിരിക്കുന്ന മുഖം. സ്ഫുരൻ മകരകുണ്ടലം, ആ കാതിലങ്ങനെ ശോഭിക്കുന്ന മകരകുണ്ടലങ്ങളുണ്ട്. പത്മഹസ്തം, കയ്യിൽ താമരണ്ട്. അതുമാതിരി ഗദാശംഖ രഥാംഗ, 4 കൈകളും അതിൽ മറ്റുള്ള കൈകളുള്ള ശംഖം ഗദ ചക്രം ഇവയോട് യോജിച്ചവനും ഉപലക്ഷിതം. കിരീടഹാര കടക കടിസൂത്ര അംഗത ആജിതം, പിന്നെയോ നല്ല മനോഹരമായിട്ടുള്ള കിരീടം, മാല, മുത്തുമാലകള്, കടകം, കടിസൂത്രം, അംഗതം, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആഭരണങ്ങൾ ധരിച്ചിട്ടുള്ള ബ്രാജൽ വരമണി ഗ്രീവം, ഏറ്റവും ശോഭിക്കുന്ന ആ കൗസ്തുഭരത്നം വരമണി കണ്ടത്തിലുള്ള ഒക്കെ ധരിച്ചിട്ടുണ്ട് അദ്ദേഹം. വനമാലയാ നിവീതം, മാറിൽ വനമാല ഉണ്ട്. ദൃഷ്ടു, അങ്ങനെയുള്ള ഭഗവാനെ കണ്ടിട്ട് എങ്ങനെയാണ് അവർ ഹതപാത്മാന, ആ ഭഗവാന്റെ ദർശനത്തോടു കൂടി തന്നെ അവരുടെ പാപങ്ങളെല്ലാം നശിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അവര് തേ ചക്ഷുഭ്യാം പിബന്ത ഇവ, ആ കണ്ണുകളെ കൊണ്ട് ഭഗവാനെ ഇങ്ങനെ പാനം ചെയ്യുന്നവരോ എന്ന പോലെയും, ജിഹ്വയാ ലിഹന്ത ഇവ, ആ തങ്ങളുടെ നാക്കുകളെ കൊണ്ട് ഭഗവാനെ ഇങ്ങനെ നക്കി ഉള്ളിലാക്കുന്ന പോലെയോ, അല്ലെങ്കിൽ നാസാഭ്യാം ജിഘ്രന്ത ഇവ, നാസികകളെ കൊണ്ട് ഭഗവാനെ ഇങ്ങനെ ഘ്രാണിക്കിച്ചങ്ങോട്ട് ഉള്ളിലേക്കാക്കുന്ന മാതിരിയോ, ബാഹുവി രംഭന്ത ഇവ, ബാഹു 2 കൈകളെ കൊണ്ടും ആ ആലിംഗനം ചെയ്യുന്നവരെ പോലെയോ തോന്നുമാറ് അങ്ങനെ, അതായത് എല്ലാ
ഇന്ദ്രിയങ്ങളെ കൊണ്ടും ആ ഭഗവാന്റെ സൗന്ദര്യം അങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ പാപങ്ങളെല്ലാം തീർന്നുള്ളവർ ഹരേ പാദയോ മൂർധവി പ്രണയിമു, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ തങ്ങളുടെ ശിരസ് വെച്ച് അങ്ങനെ നമസ്കരിച്ചു. കൃഷ്ണ സന്ദർശനാഹ്ലാദ ധ്വസ്ത സംരോധന ക്ലമാ പ്രശംസു ഋഷികേശം ഗീർഭി പ്രാഞ്ജലയോ നൃപ. അങ്ങനെ ആ ഭഗവാന്റെ ദർശനം കൊണ്ടുണ്ടായിട്ടുള്ള സന്തോഷത്താൽ നശിപ്പിക്കട്ട ആ ബന്ധന ക്ഷീണത്തോടു കൂടിയ, അതായത് കാരാഗ്രഹത്തിൽ ഇത്ര കിടന്നുള്ള അതിൻ്റെ ക്ഷീണമൊക്കെ പോയി. അതാണ് കൃഷ്ണ സന്ദർശന ആഹ്ലാദ ധ്വസ്ത സംരോധന ക്ലമ. അങ്ങനെയുള്ള നൃപ രാജാക്കന്മാർ പ്രാഞ്ജലയ കൈകൂപ്പി നിന്നുകൊണ്ട് ഗീർഭി വാക്കുകളെ കൊണ്ട് ഋഷികേശം ഭഗവാനെ, ഇന്ദ്രിയങ്ങളെ അതീശനായിട്ടുള്ള ഭഗവാനെ പ്രശംസു സ്തുതിച്ചു. രാജാന ഊജു നമസ്തേ ദേവദേവേശ പ്രപന്നാർത്തിഹരാംബ്യയ പ്രപന്നൻ പാഹിന കൃഷ്ണ നിർവിണ്ണൻ ഘോര സംസൃവേ. അവർക്ക് അപ്പോഴേക്കും ഇങ്ങനെയാണ് ആ ഭഗവാനിൽ അങ്ങനെ ഭക്തി, ആ കാലാഗ്രഹത്തിൽ ഇരുന്നിട്ട് ലൗകിക വിഷയങ്ങളോടൊക്കെ അവർക്ക് വിരക്തി വന്നിരിക്കണു, ഒക്കെ നശ്വരാണെന്ന് മനസ്സിലാക്കിയിരിക്കണു. ഭഗവത് പാതാരവിന്ദങ്ങൾ മാത്രമേ ശരണുള്ളൂ എന്ന് അവർക്ക് ആ ബോധം എത്തി കഴിഞ്ഞിരിക്കണു. അവരാണ് സ്തുതിക്കണം. എന്താണ്? പ്രപന്നാർത്തിഹര, തന്നെ ആശ്രയിച്ച ശരണം പ്രാപിച്ചവരുടെ എല്ലാ സങ്കടങ്ങളെയും നശിപ്പിക്കുന്നവനെ, അവ്യയ ഒരിക്കലും നാശമില്ലാത്തവനെ, ദേവദേവാശ ദേവദേവേശ ബ്രഹ്മാദി ദേവന്മാർക്കും ഈശ്വരനായവനെ, തേ നമ, അങ്ങയ്ക്ക് നമസ്കാരം. സച്ചേ കൃഷ്ണ, ഇവിടെ കൃഷ്ണ എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ സ്വരൂപ തന്നെ അർത്ഥം. ഹേ കൃഷ്ണ പ്രപന്നാൻ നിർവിണ്ണാൻ ഘോര സംസൃതേ പാഹി, ഞങ്ങളെങ്ങനെയാണ് അങ്ങേ ശരണം പ്രാപിച്ചവരാണ് എന്ന് മാത്രമല്ല വിരക്തന്മാരായിരിക്കണം, സംസാരത്തിലുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ വിരക്തന്മാരായിട്ടുള്ള ഞങ്ങളെ ഘോര സംസൃതേ പാഹി, ഇനി വീണ്ടും ഈ സംസാരത്തിലേക്ക് വലിച്ചഴിക്കാണ്ട് അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് ഈ രാജാക്കന്മാർ പ്രാർത്ഥിക്കുന്നത്. നൈനം നാഥാന്വസൂയാമോ മാഗതം മധുസൂദന അനുഗ്രഹോ യൽഭവതോ രാജ്ഞം രാജ്യച്യുതിർവിഭോ. ഏ മധുസൂദന, ആ മധു എന്നുള്ള അസുരനെ നിഗ്രഹിച്ചവനെ, എല്ലാവർക്കും നാഥനായവനെ, ഏനം മാഗതം ന അന്വസൂയാമ, ഞങ്ങൾ ഈ ജരാസന്ധനെ പറ്റി അസൂയപ്പെടുന്നില്ല എന്ന് പറയാണ്. അതായത് ഈ ജരാസന്ധൻ കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ വന്നില്ലേ എന്നുള്ള ഭാവമൊന്നും ഞങ്ങൾക്കില്ല. കാരണം യൽ വിഭോ രാജ്ഞാം രാജ്യച്യുതി ഭവത അനുഗ്രഹ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണ് ദൈവത്തിനോട് അസൂയപ്പെടാത്തത്? ആ യാതൊരു ജരാസന്ധൻ കാരണം ഞങ്ങൾക്ക് ഈ എന്താണ് ഈ രാജ്യച്യുതി, ഞങ്ങളുടെ രാജ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നശിച്ചു പോയില്ലേ, അത് യഥാർത്ഥത്തിൽ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ്. വിഭോ, യഥാർത്ഥത്തിന് എല്ലാറ്റിനും കഴിവുള്ള വിഭോ, അങ്ങയുടെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങളിത് കരുതണമെന്ന് പറയുകയാണ്. അതുകൊണ്ട് ജരാസന്ധനോട് ഞങ്ങൾക്ക് അസൂയൊന്നുമില്ല. രാജ ഐശ്വര്യമതോന്നതോ നശ്രേയോ വിന്ദതേ ധ്രുവം ത്വന്മായാമോഹിതോ നിത്യ മന്യതേ സമ്പദോചല. കാരണം എന്തെന്നാണ് ഞങ്ങൾക്ക് ആ മോചനം കിട്ടിയത്? ഈ സംസാരത്തിൽ നിന്നാണ്. ആ സംസാരം എങ്ങനെയായിരുന്നു? രാജ ഐശ്വര്യം അതോന്നത, ഈ രാജ്യാധികാരം കിട്ടിയിട്ട് അതിലുള്ള ഐശ്വര്യം കൊണ്ടുള്ള മതം കൊണ്ട് ന്യായാന്യായ വിചാരം നിന്നും കൂടാണ്ട് അഹങ്കാരികളായിട്ടുള്ള ഒരു രാജാവ് ശ്രേയ നവിന്ദതേ, തനിക്ക് യഥാർത്ഥത്തിലുള്ള ശ്രേയസ് എന്താണെന്നുള്ളത് അറിയുന്നില്ല, അത് പ്രാപിക്കുന്നില്ല. ത്വന്മായാമോ, കാരണം അങ്ങയുടെ മായയിൽ അങ്ങനെ മോഹിക്കപ്പെട്ടവനായിട്ട് അവൻ, ആ രാജാവ് അനിത്യ സമ്പദ അചലാമന്യത, ഈ രാജത്തിൻ്റെ സമ്പത്തുകളും ഐശ്വര്യമൊക്കെ ഉണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ അനിത്യങ്ങളാണ്, നശ്വരങ്ങളാണ്. അവയെല്ലാം അചല, അതായത് ഇതിനൊന്നും നാശമില്ല, ഇളക്കമില്ലാത്തതാണെന്ന് വിചാരിക്കണമെന്ന് പറയുകയാണ്. ഏതുമാതിരി മൃഗതൃഷ്ണം യഥാ ബാല മന്യന്ത ഉദകാശയം ഏവം വൈകാരികിം മായാം അയുക്താവസ്തു ചക്ഷതേ. ബാലന്മാർ, അറിവില്ലാത്ത ആൾക്കാര് മൃഗതൃഷ്ണം ഉദകാശയം യഥാ മന്യന്തേ, ഈ മരുഭൂമിയിലെ മരീചിക ഉണ്ടല്ലോ അതിനെ കണ്ട് ജലസ്ഥാനാണെന്ന് ഏതുമാതിരി വിചാരിക്കുന്നുവോ അതുപ്രകാരം അയുക്ത, വിവേകമില്ലാത്ത ആൾക്കാര് വൈകാരികയും മായാം, അതായത് അങ്ങയുടെ മായ കൊണ്ടുണ്ടായിട്ടുള്ള ഈ വികാരഭാവത്തിലുള്ള രൂപങ്ങളും നാമരൂപങ്ങളായിട്ടുള്ള ഈ സംസാരം ഉണ്ടല്ലോ ഇതിനെ മുഴുവൻ പരമാർത്ഥമാണെന്ന് വിചാരിച്ച് അത് വാസ്തവമാണെന്ന് ചിന്തിക്കുന്നു.
വയം പുരാ ശ്രീമദ നഷ്ടദൃഷ്ടയോ ജിഗീഷയാസ്യേതരസ്പൃഥ ഘ്നന്ദ പ്രജാസ്വ അതിനിർഘൃണാ പ്രഭോ മൃത്യും പുരസ്വാവിഗണയ്യ ദുർമദ. ഇങ്ങനെ അവിവേകികളായിട്ടുള്ള രാജാക്കന്മാരെ പറ്റി പൊതുവെ പറഞ്ഞു. ഞങ്ങളും വാസ്തവത്തിൽ ഭഗവാനെ അതേമാതിരിയായിരുന്നു. പണ്ട് ഈ കാരാഗ്രഹത്തിൽ ജരാസന്ധൻ അടയ്ക്കുന്നതിന് മുമ്പ് പണ്ട് ഞങ്ങൾ ശ്രീമത നഷ്ടദുഷ്ടയാ, ഞങ്ങളുടെ ഐശ്വര്യം കൊണ്ട് നശിച്ചിട്ടുള്ള ദൃഷ്ടികളോട് കൂടിയിട്ട് മതം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തിരുന്നു? വയം ശ്രീമത നഷ്ടദൃഷ്ടയ എന്നാണ് കേട്ടോ. വയം അസ്യ ജിഗീഷയ, അതായത് ഞങ്ങളെല്ലാവരും ഓരോരുത്തരും എങ്ങനെയായിരുന്നു? ഈ അസ്യാ ജിഗീഷയ, ഈ ഭൂമിയെ കീഴടക്കിയിട്ട് തന്നെ ഞങ്ങളുടെ ഓരോരുത്തരിലും കീഴിലാക്കണം എന്നുള്ള ഭാവം കൊണ്ട് ജിഗീഷയ ഇതരേതര സ്പൃഹ, അന്യോന്യം സ്പർദ്ധ ഉള്ളവരായിട്ട് പ്രഭോ ഹേ ഭഗവാനെ അതിനിർഘൃണാ സ്വപ്രജ, ഒട്ടും കാരുണ്യമില്ലാണ്ട് ഞങ്ങളുടെ പ്രജകളെ ഘ്നന്ദ അനിക്കുന്നവരായിട്ട് മുൻഭാഗത്തിൽ മൃത്യും ത്വാ അവിഗണയ്യ ദുർമദ. എന്താണ് ഞങ്ങളുടെ ഈ ദുർമദത്തിൻ്റെ ഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൈരം കാരണം ഭൂമി മുഴുവൻ ഞങ്ങളുടെ സ്വന്തമാക്കണം എന്നുള്ള ഭാവം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വൈരം കാരണം ഒട്ടും കാരുണ്യമില്ലാണ്ട് ഞങ്ങളുടെ പ്രജകളെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഞങ്ങൾ നേരിട്ടുള്ള യുദ്ധം ചെയ്യുന്ന പ്രജകളെ കൊണ്ടാണ്, സൈന്യത്തിനെ കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യിക്കണേ. അങ്ങനെ അവരെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി കൊല്ലിച്ചുകൊണ്ടിരുന്നു. എങ്ങനെ? ഞങ്ങളുടെ മുമ്പിൽ മൃത്യുവായിട്ടിരിക്കുന്ന അങ്ങയെ ഒട്ടും ഗണിക്കാതെ കണ്ടുള്ള ആൾക്കാരാണ് ഞങ്ങളിതെല്ലാം ചെയ്തത്. അങ്ങനെ ദുരഹങ്കാരികളായിട്ട് ഞങ്ങൾ കാലം കഴിച്ചു എന്ന് പറയുകയാണ്. ഏവ കൃഷ്ണാദ്യഗംഭീരം ഹസാ ദുരന്തവീര്യേണ വിചാലിതാശ്രിയ കാലേന തന്വാ ഭവതോനുകമ്പയാ വിനഷ്ടദർപ്പാശ്ചരണൗ സ്മരാമതേ. ഹേ കൃഷ്ണ ഭഗവാനെ, എന്നാൽ ഇപ്പോൾ അദ്യ ഗഭീരരംഭസ ദുരന്തവീര്യേണ ഭവതന്വാ കാലേന എന്നാണ്. ഇപ്പം അങ്ങനെ ഞങ്ങൾ ഈ ദുർമതത്തിലോടുകൂടി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇപ്പം എന്തുണ്ടായി? ഒരു ഗതി, അതായത് തടുക്കാൻ കഴിയാത്ത വേഗത്തോട് കൂടിയിട്ടുള്ളതും ആർക്കും എതിർപ്പാൻ കഴിയാത്ത പരാക്രമത്തോടു കൂടി വായിക്കുന്ന അങ്ങയുടെ മൂർത്തിയായിട്ടുള്ള കാലത്താൽ ശ്രീയ വിചാലിത, ഞങ്ങളുടെ ഐശ്വര്യത്തിൽ നിന്നെല്ലാം ഞങ്ങൾ ചലിപ്പിക്കപ്പെട്ടവരായി. എന്നിട്ടോ അത് കാരണം വിനഷ്ടദർഭ, ദർഭങ്ങളെല്ലാം നശിച്ചവരായിട്ട് തേ ഏവ വയം, ഞങ്ങൾ തന്നെ അനുകമ്പയ, അങ്ങയുടെ കാരുണ്യഹേതുവായിട്ട് തേ ചരണോ സ്മരാമ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് അപ്പോഴും കാണിച്ചാൽ അങ്ങയുടെ സ്മരണ ഇല്ലാണ്ട് അങ്ങനെ വെറുതെ വിഷമിച്ചിരിക്കുക, അതല്ല, അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് ഏതായാലും അങ്ങയുടെ പാദസ്മരണം ഉണ്ടായി ഭഗവാനെ എന്ന് പറയുകയാണ്. അഥോ നരാജ്യം മൃഗതൃഷ്ണിരൂപിതം ദേഹേന ശശ്വൽ പദതാരുജാംബുവാ ഉപാസിതവ്യം സ്പൃഹയാമഹേ വിഭോ ക്രിയാഫലം പ്രീത്യചകർണരോചനം. അതോ അനന്തരം, അതുകൊണ്ട് ഇനി മൃഗതൃഷ്ണിരൂപിതം ശശ്വൽ പതത, അതായത് വെറും മൃഗതൃഷ്ണയുടെ രൂപത്തിലുള്ളതും മൃഗതൃഷ്ണ പോലെയുള്ളതും മരീചിക പോലെയുള്ളതും എപ്പോഴും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതും ശശ്വൽ പതതാം പതത. പിന്നെയോ രുജാം ഭുവ, രോഗങ്ങളുടെയും ദുഃഖങ്ങളുടെയൊക്കെ ഉൽപ്പത്തി സ്ഥാനവുമായ ഈ ശരീരത്തെ ദേഹേന ഉപാസിതവ്യം, സേവിക്കപ്പെടുവാൻ യോഗ്യമായുള്ള രാജ്യം, ഈ രാജ്യത്തെയും ആ രാജ്യം മരിച്ചതിന് ശേഷം പ്രേത്യ കർണരോചനം ക്രിയാഫലം, ഈ മരിച്ചതിന് ശേഷം കേൾക്കാൻ നല്ല സുഖമുള്ളതായിട്ടുള്ള ഈ പല നല്ല നല്ല ക്രിയകൾ ചെയ്തതിൻ്റെ ആ ഫലമായിട്ട് കിട്ടുന്ന സ്വർഗത്തെയും നസ്പൃഹയാമഹേ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് ആഗ്രഹമില്ല പറയാണ്. അതായത് അങ്ങയുടെ ആ പാദസ്പർശം കൊണ്ട്, അല്ലെങ്കിൽ അങ്ങയുടെ പാദസ്മരണ വന്നുകൊണ്ട് ഞങ്ങൾക്ക് എന്തുണ്ടായി? ഞങ്ങളുടെ ഈ മനസ്സിൽ വൈരാഗ്യം വന്നു. എന്തിനോട്? ഈ നശ്വരമായിട്ടുള്ള ഈ ശരീരം കൊണ്ടാണ് അനുഭവിക്കേണ്ടത് ഈ ലൗകിക സുഖങ്ങൾ. ഈ ശരീരം തന്നെ നശ്വരാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ലൗകിക സുഖങ്ങളെ കൊണ്ടുള്ള കാര്യമുണ്ടോ? പിന്നെ ഈ ശരീരം കൊണ്ട് എന്തെങ്കിലും കർമ്മം ചെയ്ത് കിട്ടുന്ന സ്വർഗാദി പുണ്യഫലങ്ങളുണ്ടല്ലോ, അതും നശ്വരങ്ങളാണ് കാലത്താൽ മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് ഇനി അതിലൊന്നും ആഗ്രഹമില്ല ഭഗവാനെ.
തം ന സമാധിശോവായം യേന തേ ചരണാബ്ജയോ സ്മൃതിര്യഥാന വിരമേൽ അഭി സംസരതാമിഹ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ ഭഗവാനെ, എന്താണ്? ഇഹ സംസരതാം അഭി, ഈ ലോകത്തിൽ തന്നെ ഞങ്ങളങ്ങനെ ജനിച്ച് മരിച്ച് അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ കൂടി ന ഞങ്ങൾക്ക് ഏന ഏതുകൊണ്ട് തേ ചരണാബ്ജയോ സ്മൃതി യഥാ ന വിരമേൽ, ഏത് മാർഗം കൊണ്ട് അങ്ങയുടെ പത്മങ്ങളിൽ ആ സ്മരണ എന്നുള്ളത് ഒരിക്കലും നശിക്കുകയില്ലയോ, അതിനുള്ള തം ഉപായം സമാധിസ, അതിനുള്ള മാർഗം എന്താണെന്ന് ഭഗവാനെ ഞങ്ങൾക്ക് കാട്ടിത്തരണേ, പറഞ്ഞു തരണേ എന്നാണ് പറയണത് കേട്ടോ ഭഗവാനെ. അതിന് ഏറ്റവും മാർഗം എന്താണ്? അത് മാത്രമേ ഉള്ളൂ, ശരണാഗതി, ഭഗവാനെ ശരണം പ്രാപിക്കുക. അത് തന്നെയാണ് പറയണത്. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അത് മാത്രമേ ഒരു മാർഗമുള്ളൂ, വേറെ ഒന്നും വേണ്ട. എല്ലാം ശരണാഗതി എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് മറ്റുള്ള ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് അനന്യഗതിയായിട്ട് ഭഗവാൻ തന്നെ ഉള്ളൂ എന്നുള്ള ഭാവത്തിൽ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക, സ്തുതിക്കുക. കൃഷ്ണായ വാസുദേവായ ശ്രീകൃഷ്ണനായിക്കൊണ്ട് അതുമാതിരി എങ്ങനെയാണ് സർവപാപങ്ങളെയും വേരോടെ നശിപ്പിക്കുക. അതാണ് പ്രണതക്ലേശനാശായ, അതാണ് ശ്രീകൃഷ്ണൻ കൃഷ്ണായ എന്ന് പറയുന്നത്. പിന്നെയോ എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തര്യാമി രൂപേണ വസിച്ചുകൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും പരിപാലിക്കുന്ന പരമാത്മസ്വരൂപനായിട്ടുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. എല്ലാവർക്കും ജ്ഞാനം നൽകുന്നതിനായിട്ടുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. പിന്നെയോ തന്നെ ആശ്രയിച്ചവരുടെ ദുഃഖങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന പ്രണതക്ലേശനാശായ, ഇങ്ങനെയെല്ലാമുള്ള ഭഗവാനെ, ആ ഭഗവാന്റെ മഹത്വങ്ങൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇതെല്ലാം പ്രപഞ്ചം മുഴുവൻ ഭഗവാനാണ്, ഭഗവാനിൽ നിന്നുണ്ടായതാണ്, ഭഗവാനിൽ തന്നെ ലയിക്കുന്നതാണ്. അതിൻ്റെ അന്തര്യാമിയായിട്ട് ആ ഭഗവാൻ തന്നെ എന്നുള്ള ഭാവത്തോടു കൂടി ഭഗവാനെ അങ്ങനെ നമിക്കാൻ അത് മാത്രമേ ഞങ്ങൾക്ക് ഇനി ആഗ്രഹമുള്ളൂ, അതിനനുവദിക്കണേ എന്നാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീജോവാച സംസ്തൂയമാനോ ഭഗവൻ രാജഭിർമുക്തബന്ധനൈ താനാഹ കരുണസ്ഥാന ശരണ്യ ശ്ലക്ഷ്ണയാ ഗിരാ. ശ്രീ സുബ്രഹ്മർഷി പറയാണ്, ഇപ്രകാരം തന്നെ ഭക്തിയോടുകൂടി നമിച്ച എങ്ങനെയാണ് സംസ്തൂയമാന ഭഗവാൻ, ആ ഭഗവാൻ എന്ത് ചെയ്തു? എങ്ങനെയാണ് ഈ രാജാക്കന്മാരെങ്ങനെയാണ് മുക്ത ബന്ധനൈ, രാജവിബന്ധനത്തിൽ നിന്ന് എല്ലാം മോചിപ്പിക്കപ്പെട്ട രാജാക്കന്മാരാൽ ഇപ്രകാരം സ്തുതിക്കപ്പെട്ട ഭഗവാൻ ശ്ലക്ഷ്ണയാകില താൻ വളരെ മനോഹരമായിട്ടുള്ള വാക്കുകളോടുകൂടി ഭഗവാൻ അവരോട് പറയാണ്. എന്താണ്? ശ്രീ ഭഗവാനുവാച ആദ്യ പ്രഭൃതിവോ ഭൂവ മയ്യാത്മന്യഖിലേശ്വരേ സുദൃഢാജായതേ ഭക്തിർ പാഠമാസാസിതം തഥാ. ഏ ഭൂവ രാജാക്കന്മാരെ, ആദ്യ പ്രഭൃതി ഇന്നു മുതൽക്ക് അഖിലേശ്വരി ആത്മനി മയി എല്ലാറ്റിൻ്റെയും നാഥനായിട്ടുള്ള ആത്മാവായിട്ടുള്ള എന്നിൽ വ ആശംസിതം തഥാ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതിന് അനുരൂപമായിട്ടുള്ള ഭക്തി, പരമയായിട്ടുള്ള ഭക്തി, ആ പാഠം സൂത്രയുടെ ഏറ്റവും ഉറപ്പോട് കൂടിയതായിട്ട് ജായത ഉണ്ടാകും, ഉറക്കും പേടിക്കണ്ട എന്ന് പറയുകയാണ്. ദിഷ്ട്യാ വ്യവസിതം ഭൂവ ഭവന്തഭാഷിണ ശ്രീ ഐശ്വര്യമതുന്നാഹം പശ്യ ഉന്മാദകം നൃണം. ഈ രാജാക്കന്മാരെ വീട് വിളിക്കുകയാണ്. ഭൂവ വ്യവസിതം ദിഷ്ട്യാ ഭവന്ത, അതായത് ഭവന്മാരാൽ സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അത് വളരെ ശോഭനമായിട്ടുള്ളതാണ്. കാരണം ഭവന്മാർ ഋതഭാഷ സത്യം പറയുന്നവരാണ്. അതുകൊണ്ടാണ്. പിന്നെയോ ശ്രീ ഐശ്വര്യം അതോന്നാഹം, ശ്രീ കൊണ്ടും ഐശ്വര്യം കൊണ്ടുണ്ടാകുന്ന മതം നിമിത്തം ഉണ്ടായിട്ടുള്ള സ്വേച്ഛാചാരം മനുഷ്യർക്ക് ഭ്രമത്തെ ജനിപ്പിക്കുന്നതായിട്ട് പശ്യെ ഞാൻ കാണുന്നു. എന്നാൽ സാധാരണ ഈ ഐശ്വര്യവും ശ്രീയും മതമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മതം ധാരാളം വർദ്ധിക്കും. എന്നിട്ട് അതിൽ യഥാർത്ഥത്തിൽ അറിവ് ഇല്ലാണ്ട് ഉണ്ടായപ്പോൾ ഉന്മാദന്മാരായിത്തീരും. അങ്ങനെയല്ല നിങ്ങൾ ഉണ്ടായത്. നിങ്ങൾക്ക് ആ ബദലി ഇതെല്ലാം എന്താണ് അവാസ്തവങ്ങളാണ്. അതിൻ്റെ യഥാർത്ഥ തത്വം നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഋതഭാഷിണ എന്ന് സത്യം പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നിലുള്ള ഭക്തി തീർച്ചയായിട്ടും ദൃഢമായിട്ട് വരും.
ഐഹയോ നൗഷോ വിഘ്നോ രാവണോ നരകോപരി ശ്രീമദൽ ഭ്രംശിലാസ്ഥാനാൽ ദേവദൈത്യ നരേശ്വര. പിന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പറയാ വാസ്തവം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അതായത് അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാണ്. ഐഹയൻ അതായത് കാർത്തവീര്യാർജുനൻ, പിന്നെ നൗഷൻ, വേനൻ, രാവണൻ, നരകാസുരൻ, പിന്നെ അതും അവരെ ദേവദൈത്യ നരേശ്വര. വേറെയും പല ദേവന്മാരും അസുരന്മാരും ആയിട്ടുള്ള രാജാക്കന്മാര് ശ്രീമതാൽ സ്ഥാനാൽ ഭ്രംസിത, എല്ലാവരും ആ ശ്രീമതം കാരണം ആ ശ്രീ ഐശ്വര്യം കൊണ്ടുള്ള മതം നിമിത്തം തങ്ങളുടെ സ്ഥാനത്തിൽ നിന്ന് ഭ്രംശിക്കപ്പെട്ടു എന്നുള്ളതൊരു വാസ്തവമാണ്. നിങ്ങൾക്ക് ആ സത്യം മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ സ്ഥാനപ്രതൊന്നും വേണ്ട എന്ന് പറഞ്ഞത്. നന്നായി. ഭവന്ത ഏതൽ വിജ്ഞായ ദേഹാദ്യുൽപാദ്യമന്തവൽ മാം യജന്തോദ്വരൈര്യുക്താ പ്രജാധർമ്മേണ രക്ഷത. നിങ്ങൾ ഈ ഭാവത്തിൽ തന്നെ ഇരിക്കൂ, എന്നാലോ അതേ സമയത്ത് പ്രജകളെയൊക്കെ വേണ്ട രീതിയിൽ രക്ഷിച്ചുകൊണ്ട് രാജ്യഭാരം നടത്തണം. അതാണ് ഉൽപാദ്യം ദേഹാദി, അതായത് ഉൽപ്പാദിപ്പിക്കുവാൻ യോഗ്യമായുള്ള ഈ ശരീരം മുതലായത് അന്തവൽ നാശമുള്ള അന്തവൽ ഏതൽ ഭവന്ത വിജ്ഞായ, നാശമുള്ളത് എന്ന് അറിഞ്ഞിട്ട്, അതായത് ഉണ്ടായതിനൊക്കെ ഒരിക്കല് നാശവും വരും എന്നുള്ള ആ യഥാർത്ഥത്തിലുള്ള തത്വം ഉണ്ടല്ലോ, അതറിഞ്ഞിട്ട് യുക്ത വിചാരശീലന്മാരായിട്ട് നിങ്ങൾ രാജ്യം ഭരിച്ചോളൂ. എങ്ങനെ യജ്ഞസ്വരൂപമായിട്ട് അദ്വരൈ മാം യജന്ത പ്രജാ ധർമ്മേണ രക്ഷത, പ്രജകളെ ധർമ്മത്തോടുകൂടി പരിപാലനം ചെയ്യുക, എന്നെ പലതരത്തിലുള്ള യജ്ഞങ്ങളെ കൊണ്ട് എന്നെ യജിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞു അങ്ങനെ നിങ്ങളെ രാജ്യപരിപാലനത്തിലെ ധർമ്മപരിപാലനം നടത്തൂ എന്ന് പറയുകയാണ്. സന്തന്വന്ത പ്രജാതന്തുൻ സുഖം ദുഃഖം ഭവാഭവൗ പ്രാപ്തം പ്രാപ്തം ച സേവന്തോ മച്ചിത്താ വിജയിഷ്യതാ. ഇങ്ങനെ നിങ്ങളെ ഗൃഹസ്ഥാശ്രമം ആശ്രയിച്ചുകൊണ്ടാണ് നിങ്ങൾ പ്രജകളെ ഭരിക്കേണ്ടത്. പ്രജാതന്തൂൻ സന്ത്വന്നന്ത, അതായത് പുത്രൻ സന്തതികളെയൊക്കെ ഉൽപ്പാദിപ്പിച്ച് വംശം വർദ്ധിപ്പിക്കുകയൊക്കെ വേണം. സുഖം ദുഃഖം ഭവാഭവവും, സുഖത്തെയും ദുഃഖത്തെയും അതുമായി ഭവം അഭവം, അതായത് വൃദ്ധിക്ഷയങ്ങളെയൊക്കെ പ്രാപ്തം എങ്ങനെ വരുന്നതിന് അതിനെന്താ വന്നത് വെച്ചാൽ ചിലപ്പോൾ സുഖം വരും, ചിലപ്പോൾ ദുഃഖം വരും. ആ രീതിയിൽ അതിനെയൊക്കെ സേവിക്കുന്നവരായിട്ട് എപ്പോഴും ആ സമത്വം വരച്ച് എന്ത് വേണം? മച്ചിത്ത വിചരിഷ്യത, എപ്പോഴും നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ ബുദ്ധി എന്നിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു വെച്ചാൽ നിങ്ങൾക്കതിന് കഴിയും. അങ്ങനെ നിങ്ങൾ വിചരിക്കുവിൻ എന്ന് പറയുകയാണ്. നിങ്ങൾ ആ പ്രജാപരിപാലനം ചെയ്തുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിലിരുന്ന് യജ്ഞസ്വരൂപിയായിട്ടുള്ള എന്നെ യജ്ഞങ്ങളെ കൊണ്ട് ഭജിച്ചുകൊണ്ടും സുഖത്തിലും ദുഃഖത്തിലൊക്കെ അതിനെ സമഭാവത്തോടു കൂടിയിട്ട് നിങ്ങളങ്ങനെ സ്വേച്ഛാനുസരണം സഞ്ചരിച്ചോളൂ, പേടിക്കണ്ട എന്ന് പറയാണ്. ഉദാസീനാശ്ചര്യാത്മാരാമൃത മയ്യാവേശ്യ മനസ്സമ്യ ബ്രഹ്മയാസ്യത. ഇപ്രകാരം ദേഹാദൗ ഉദാസീനാജ, ദേഹാദി കാര്യങ്ങളിൽ, അതായത് ദേഹവും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഉദാസീന്മാരായിട്ടും ആത്മാരാമ ആത്മാവിനെ മാത്രം രമിക്കുന്നവരായിട്ടും ധൃതവ്രത വേണ്ട രീതിയിലുള്ള വ്രതത്തെ ധരിച്ചവരായിട്ടും മയി മന ആവേശ്യ, മനസ്സിനെ എപ്പോഴും എന്നിൽ തന്നെ ആവേശിപ്പിച്ചിട്ട് അവസാനത്തിൽ ബ്രഹ്മസ്വരൂപമായിട്ടുള്ള എന്നെ തന്നെ സമ്യക് യാസ്യത, ഒട്ടും പ്രയാസം കൂടാതെ നിങ്ങൾ എന്നെ തന്നെ പ്രാപിക്കുകയും ചെയ്യും എന്ന് അവരെ അനുഗ്രഹിക്കുകയാണ് ഭഗവാൻ. ശ്രീ ശിവവാച ഇത്യാദിശ്യ നൃപാൻ കൃഷ്ണോ ഭഗവൻ ഭുവനേശ്വര തേഷമ്യയുങ്ക പുരുഷൻ സ്ത്രീയോ മജ്ജന കർമ്മണി. ഭുവനേശ്വര ഭഗവാൻ, ലോകനാഥനായിട്ടുള്ള ഐശ്വര്യ പരിപൂർണനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ നൃപാൻ ഇതി ആദിശ്യ, ആ രാജാക്കന്മാരെല്ലാം ഇങ്ങനെ ഉപദേശിച്ചിട്ട് തേഷാം അവരൊക്കെ ആ കാരാഗ്രഹത്തിൽ അങ്ങനെ പറഞ്ഞില്ലേ, വളരെ മലിനവാസന്മാരായിട്ട് മാലിന്യത്തോട് കൂടിയിട്ട് ക്ഷീണിച്ചിരിക്കില്ല. അവരെല്ലാവരെയും മജ്ജനകർമ്മ സ്നാനകർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് പുരുഷാൻ സ്ത്രീയ നെയ്യുങ്ക, ആ ദാസം തോഴിമ അതല്ലേ അവിടുത്തെ സേവകന്മാരെയും അതുമാതിരി സ്ത്രീകളെയൊക്കെ ഏർപ്പാടാക്കി ഇവരെയൊക്കെ നന്നായിട്ട് തേച്ച് കുളിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രങ്ങളൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സപര്യം കരയാമാസ സഹദേവേന ഭാരത
നരദേവോജിതൈർവസ്ത്രൈർ ഭൂഷണൈ സഡ്വിലേപനൈ. അങ്ങനെ കുളി കഴിഞ്ഞുള്ള അവരെ എല്ലാവരെയും ഈ ഭാരത പരീക്ഷത്തെ നരദേവോജിതൈ വസ്ത്ര രാജാക്കന്മാർക്ക് അണിയാൻ യോഗ്യങ്ങളായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വസ്ത്രങ്ങളെ കൊണ്ടും അലങ്കാരങ്ങളെ കൊണ്ടും ചന്ദനം മുതലായിട്ടുള്ള ലേപനങ്ങളെ കൊണ്ട് അവരെ എല്ലാവരും പൂജ ചെയ്യിപ്പിച്ചു. അവരേക്ക് ആരെ കൊണ്ട്? സഹദേവനെ കൊണ്ട്, ജരാസന്ധന്റെ പുത്രനായുള്ള സഹദേവനെ കൊണ്ട് അവരെല്ലാം വേണ്ട രീതിയിൽ സന്തോഷിപ്പിച്ചു കേട്ടോ. ഭോജയിത്വാവരാണ്യേന സുസ്നാതൻ സമലങ്കൃതൻ ഭോഗൈശ്ച വിവിധൈർയുക്തം താംബൂലാദ്യൈ നൃപോദിരൈ. അങ്ങനെ വസ്ത്രാലങ്കാരങ്ങളൊക്കെ കൊടുത്തു, ലേപനങ്ങളൊക്കെ കൊടുത്തു എന്ന് മാത്രമല്ല വളരെ വിശിഷ്ടമായിട്ടുള്ള ഭോജ്യങ്ങളൊക്കെ കൊടുത്തു അവർക്ക് കേട്ടോ. അതിനുശേഷം താംബൂലാദ്യൈ വെറ്റില തുടങ്ങിയുള്ളതൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ട് അവരെ അങ്ങനെ അങ്ങനെ അന്നം കൊടുത്തു രാജോചിതങ്ങളായിട്ടുള്ള എല്ലാ ഭോഗങ്ങളും അവരെ അനുഭവിപ്പിച്ചുകൊണ്ട് അവരെ സൽക്കരിപ്പിച്ചു. ഹേ പൂജിതാ മുകുന്ദേന രാജാനോ മൃഷ്ടകുണ്ടല വിരേജുർമോദിതാ ക്ലേശാൽ പ്രാവൃടന്തേയദാഗ്രഹ. ആ രാജാക്കന്മാരെല്ലാവരും എങ്ങനെ പൂജിതാ മുകുന്ദേന ഭഗവാന് ഇപ്രകാരം പൂജിപ്പിക്കപ്പെട്ട ആ രാജാക്കന്മാരെല്ലാവരും നല്ല മനോഹരമായിട്ടുള്ള കുണ്ടലങ്ങളോട് കൂടിയിട്ടുള്ള ഇങ്ങനെ അതുമാതിരി നല്ല വസ്ത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ക്ലേശങ്ങളിൽ നിന്നെല്ലാം മോചിപ്പിക്കപ്പെട്ടവരായിട്ട് പൂജിക്കപ്പെട്ടവരായിട്ട് പ്രാവൃടന്തേ ഗ്രഹായഥാ വിരേയു. മഴക്കാലം വന്ന് ആകാശം തെളിയണ സമയത്ത് എങ്ങനെ ആകാശത്തില് ഗ്രഹങ്ങളൊക്കെ അങ്ങനെ നക്ഷത്രങ്ങളൊക്കെ തെളിഞ്ഞ് ശോഭിക്കും, അതുമാതിരി അവരെ അവിടെ ശോഭിച്ചു എന്ന് പറയാം. രഥൻ സദശ്വാനാരോപ്യ മണികാഞ്ചനഭൂഷിതൻ പ്രീണയ്യ സോനൃതൈർവാക്യൈ സ്വദേശൻ പ്രത്യയാവയൽ. അതിനുശേഷം അവരെ മണികാഞ്ചനഭൂഷിതാൻ സദശ്വാൻ രഥാൻ ആരോപ്യ നല്ല രത്നം സ്വർണം ഇതിലൊക്കെ കൊണ്ട് ധാരാളം അവർക്ക് സമ്പത്തുകൾ ഓരോരുത്തർക്കും കൊടുത്തു. അതിനുശേഷം നല്ല കുതിരകളെ യോജിപ്പിച്ചുള്ള പേരുകളിലെ അവരെ കയറ്റിയിട്ട് സൂനൃതൈ വാക്യൈ പ്രീണയ്യ നല്ല വളരെ പ്രീതികരായിട്ടുള്ള വാക്കുകളെ കൊണ്ട് അവരെയൊക്കെ സന്തോഷിപ്പിച്ചിട്ട് സ്വദേശാൻ പ്രത്യേകാവയിൽ അവരെയൊക്കെ അവരുടെ അതാത് രാജാക്കന്മാർ രാജ്യങ്ങളിലേക്ക് അവരെയൊക്കെ മടക്കി അയച്ചു. ഏവം മോദിതാ കൃച്ഛ്രാൽ കൃഷ്ണേന സുമഹാത്മന യയുക്തമേവ ധ്യായന്ത പ്രധാനി ജൽപദേ. സുമഹാത്മനാ കൃഷ്ണനെ ഇങ്ങനെ ഭക്തായിട്ടുള്ള മനസ്സോടു കൂടിയിട്ടുള്ള ഭഗവാനാൽ ഇപ്രകാരം കൃച്ഛ്രാൽ മോചിത ഈ മഹത്തായിട്ടുള്ള ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടേ അവർ തമേവ ജഗൽപദേ കൃതാനിജ അവനെ ആ ഭഗവാനെ തന്നെയും എന്നു മാത്രമല്ല ലോകത്തിന്റെ മുഴുവൻ നാഥനായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെയും ധ്യാനിക്കുന്നവരായിട്ട് യയു ഇങ്ങനെ പോയി അവര്. ജഗതു പ്രകൃതിഭ്യസ്തേ മഹാപുരുഷചേഷ്ടിതം യഥാ അന്വശാസൽ ഭഗവം തഥാ ചക്രുരമന്ത്രിത. അവരെല്ലാവരും അവരവരുടെ രാജധാനിയിൽ ചെന്നിട്ട് പ്രകൃതിഭ്യ മഹാപുരുഷചേഷ്ടിതം ജഗതു. പ്രകൃതിഭ്യ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ രാജ്യത്തിലുള്ള പ്രജകളോട് എല്ലാവരോടും മഹാപുരുഷനായിട്ടുള്ള ഭഗവാന്റെ ആ മഹത്വങ്ങളെ പറ്റി വിസ്തരിച്ച് അവരെയൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ടോ ഭഗവാൻ യഥാ അനുശാസൽ ഭഗവാൻ എപ്രകാരം അവരോട് എല്ലാവരോടും അനുശാസിച്ചിരുന്നുവോ അതേപോലെ തന്ത്രിത തഥാ ചക്രു അപ്രകാരം തന്നെ ചെയ്തു. ഇങ്ങനെ ഒട്ടും ആലസ്യമില്ലാത്തവരായിട്ട് ഉത്സാഹത്തോടു കൂടിയിട്ട് ജാഗ്രതയോട് കൂടിയിട്ട് അവര് ആ രാജ്യപരിപാലനം ചെയ്തു. ഭഗവാൻ മാതിരി പറഞ്ഞു അതേമാതിരി, അതായത് മനസ്സിനെ ഭഗവാനിൽ തന്നെ ഉറപ്പിച്ചുകൊണ്ട് അവര് രാജ്യപരിപാലനം ചെയ്തു. ജരാസന്ധം ഘാതയിത്വാ ഭീമസേനേന കേശവ പാർത്ഥാഭ്യം സംയുതപ്രായാൽ സഹദേവേന പൂജിത. ഇപ്രകാരം കേശവ ശ്രീകൃഷ്ണൻ ഭീമസേനേന ജരാസന്ധം ഘാതയിത്വ ഭീമസേനനെ കൊണ്ട് ജരാസന്ധനെ വധിപ്പിച്ചിട്ട് പാർത്ഥാഭ്യാം സംയുത രണ്ട് പാർത്ഥന്മാരോടും ചേർന്നിട്ട്, അതായത് ഭീമനോടും അർജുനോടും കൂടി ചേർന്നവനായിട്ട് സഹദേവേന പൂജിത പ്രായാൽ സഹദേവനാൽ പൂജിക്കപ്പെട്ടുകൊണ്ട് ആദ്യ പ്രയാണം ചെയ്തു തിരിച്ചു മടങ്ങി. ഗത്വാതേ ഖണ്ഡവപ്രസ്ഥം സംഖണ്ഡമൂർജിതാരയ ഹർഷയന്തസ്വസുഹൃദോർ
ദുർഹൃദം ചാസുകാവഹ. എന്നിട്ട് ഗത്വാത്തേ കാണ്ഡവപ്രസ്ഥം, അവർ ആ ഇന്ദ്രപ്രസ്ഥത്തിൽ അങ്ങോട്ട് എത്തിയിട്ട് സുഹൃത ഹർഷ എന്താ തങ്ങളുടെ ആ സുഹൃത്തുക്കളെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവരും ദുഷ്ടന്മാർക്ക് അസുഖാവക അസുഖത്തെ ഉണ്ടാക്കി തീർക്കുന്നവരും ജിതാരയ ശത്രുക്കളെ മുഴുവൻ ജയിച്ചവരുമായിട്ടുള്ള അവർ 3 പേരും എന്ത് ചെയ്തു? ശംഖാൻ ദദ്മു, അവരുടെ തങ്ങളെല്ലാം 3 പേരും അവരുടെ ആ ശംഖഘോഷം അങ്ങോട്ട് മുഴക്കി എന്ന് പറയുന്ന ശംഖഘോഷം തന്നെ എങ്ങനെയാണ് ആ ശത്രുക്കളെ എല്ലാവരെയും പേടിപ്പിക്കും എന്ന് മാത്രമല്ല ബന്ധുക്കൾക്ക് സന്തോഷം ഉണ്ടാക്കുകയും ചെയ്യും. തച്ഛ്രുത്വാ പ്രീത മനസ ഇന്ദ്രപ്രസ്ഥ നിവാസിന മേനിരേ മാഗതം ശാന്തം രാജാചാത്ത മനോരഥ. ഇന്ദ്രപ്രസ്ഥ നിവാസിന തൽ ശ്രുത്വാഗ, പാഞ്ചജന്യധ്വനിയും മറ്റുള്ള ആ സംഘങ്ങളുടെ ധ്വനികളും കേട്ട സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ വസിക്കുന്ന എല്ലാവരും എന്താണ് പ്രീതമനസ വളരെയധികം സന്തോഷിച്ചു എന്ന് പറയുകയാണ്. കാരണം അവർക്ക് മനസ്സിലായി മാഗതം ശാന്തം, ജരാസന്ധനെ വധിച്ചതിന് ശേഷമാണ് അവർ വന്നിരിക്കണമെന്ന് മേനിരേ എന്ന് അവർ വിചാരിച്ചു എന്ന് പറയുകയാണ്. രാജാ ആപ്തമനോരഥ രാജാവ് യുധിഷ്ഠിരനോ തൻ്റെ മനോരഥം പൂർണ്ണമായി തീർന്നില്ലേ, അതുകൊണ്ടുള്ള സന്തോഷത്തോടുകൂടിയായി തീർന്നു യുധിഷ്ഠിരനും കേട്ടോ. അഭിവന്ദ്യാതരാജാനം ഭീമാർജുന ജനാർദ്ദന സർവമാശ്രാവയഞ്ചക്രു ആത്മനായതനുഷ്ഠിതം. ഭീമാർജുന അതിനുശേഷം 3 പേരും അനന്തരം രാജാനം അഭിവന്ദ്യ രാജാവിനെ അഭിവന്ദിച്ചിട്ട് ആത്മനാ യദനുഷ്ഠിതം തങ്ങൾ എന്താണ് ചെയ്തത് എന്നുള്ളത് സർവം ആശ്രാവയാൻ ചക്രു എല്ലാം തങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കഥകളും പ്രവൃത്തികളും വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. നിശമ്യ ധർമ്മരാജസ്ഥൽ കേശവേനാനുകമ്പിതം ആനന്ദാശ്രുകലമം മുഞ്ചൻ പ്രേംണാമോവാച കിഞ്ചന. ആ ധർമ്മപുത്രനാകട്ടെ ധർമ്മരാജ കേശവേന അനുകമ്പിതം, ഇതെല്ലാം ആ കേശവൻ ആയിട്ടുള്ള ഭഗവാന്റെ ദയ കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹം ആ തൽ നിശമ്യ ആ വൃത്താന്തത്തെ കേട്ടിട്ട് പ്രേംണ ഭക്തി കൊണ്ട് പ്രേമം കൊണ്ട് ആനന്ദ അശ്രുകലാം മുഞ്ചൻ ആനന്ദബാഷ്പത്തെ അങ്ങനെ മോചിപ്പിച്ചുകൊണ്ട് കിഞ്ചന ഒന്നും പറയാൻ കഴിവില്ലാണ്ട് അങ്ങനെ നിന്നു എന്ന് പറയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ജരാസന്ധ നിരുദ്ധരാജ വിമോക്ഷണം നാമ 37-ാധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.